ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിലെ മസാഇലുൽ ഫിഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 7ാം ക്ലാസ്സിലെ മസാഇലുൽ ഫിഖിലെ 4ാമത്തെ പാഠം എന്താണ്? നിഅമൻ നിസാഉ അൻസാരി. നിഅമൻ നിസാഉ അൻസാരി എന്താണ്? അൻസാരി സ്ത്രീകൾ ഉത്തമ സ്ത്രീകൾ. നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാഠത്തിൻ്റെ തുടക്കത്തിൽ ഈ ഭാഗം മനസ്സിലാക്കാം. എന്താണ്? ഹൈള് നിലച്ചാൽ എങ്ങനെ കുളിക്കും? അസ്മാ ബിൻത്ത് ശക്കലി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. വെള്ളവും കുളിക്കാനുള്ള താളിയും എടുക്കുക. ശേഷം പൂർണ്ണമായ ഉളൂ ചെയ്യുക. പിന്നീട് തലയിൽ വെള്ളമൊഴിച്ച് നല്ല പോലെ തേച്ച് കഴുകുക. തലമുടികളുടെ അടിഭാഗങ്ങളിൽ വെള്ളം എത്തിച്ചേരണം. വീണ്ടും തലയിൽ വെള്ളമൊഴിച്ച് കുളി തുടരുക. ശേഷം കസ്തൂരി പുരട്ടിയ തുണിയെടുത്ത് ശുദ്ധി വരുത്തുക. ഇത് കേട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൻസാരി സ്ത്രീകൾ ഉത്തമ സ്ത്രീകളാണ്. ദീനി കാര്യങ്ങൾ പഠിക്കാൻ ലജ്ജ അവരെ തടയുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, അൻസാരി സ്ത്രീകൾ ഉത്തമ സ്ത്രീകളാണ്. ദീനി കാര്യങ്ങൾ പഠിക്കാൻ ലജ്ജ അവരെ തടയുകയില്ല. അതായത് അസ്മാ ബിൻത്ത് ശക്കലി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്, ഹൈള് നിലച്ചാൽ എങ്ങനെ കുളിക്കും? അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്ന്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം എങ്ങനെ എന്നതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കാൻ നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. ആർത്തവ സമയം നല്ല ശുചിത്വം പാലിക്കണം. ശുചിത്വമില്ലായ്മ അണുബാധക്ക് കാരണമാകും. എപ്പോഴാണ് ആർത്തവം ഉണ്ടാവുക? ആരിഫ ചോദിച്ചു. ആർത്തവം എപ്പോഴാണ് ഉണ്ടാവുക? അതായത് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. ഈ സമയത്തിനാണ് ആർത്തവ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ശുചിത്വം പാലിക്കണം. അത് ശുചിത്വമില്ലായ്മ അണുബാധയ്ക്ക് കാരണമാകും. മനസ്സിലാക്കുക. എപ്പോഴാണ് ആർത്തവം ഉണ്ടാവുക? ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഹൈളുണ്ടാവുക. 9 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഹൈളുണ്ടാവുക. 9 വയസ്സ് തികയാൻ 16-ൽ താഴെ ദിവസമുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാലും ഹൈളായി പരിഗണിക്കും. 16-ൽ താഴെ ദിവസം ഉള്ളപ്പോഴും രക്തം പുറപ്പെട്ടാലും ഹൈളായി പരിഗണിക്കും. അതിനു മുമ്പ് വരുന്ന രക്തം ഹൈളല്ല. അതായത് 9 വയസ്സിന് തികയുന്നതിന് മുമ്പുള്ള 16 ദിവസത്തിൽ താഴെയുള്ള ദിവസം രക്തം പുറപ്പെട്ടാൽ അത് ഹൈളായി പരിഗണിക്കും. അതിനു മുമ്പ് 16 ദിവസത്തിൽ കൂടുതൽ ദിവസത്തിന് മുമ്പ് വന്നതാണെങ്കിൽ അത് ഹൈളായി പരിഗണിക്കില്ല. ഏറ്റവും ചുരുങ്ങിയ സമയം 1 രാവും പകലുമാണ്. അതായത് ഒരു ദിവസം 1 രാവും പകലുമാണ് ഹൈളിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം. മനസ്സിലാക്കട്ടോ. സാധാരണ 6-7 ദിവസമാണ് ഉണ്ടാവുക. സാധാരണ 6-7 ദിവസമാണ് ഉണ്ടാവുക. കൂടിയാൽ 15 ദിവസം ഉണ്ടാകും. കൂടിയാൽ 15 ദിവസം ഉണ്ടാവും. ഹൈളായി പരിഗണിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 1 രാവും പകലും. സാധാരണ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. 2 ഹൈളുകൾക്കിടയിലെ ചുരുങ്ങിയ ശുദ്ധി 15 ദിവസമാണ്. 15 ദിവസമാണ് ശുദ്ധികാലം 2 ഹൈളുകൾക്കിടയിലെ. അതിനു മുമ്പ് വരുന്ന രക്തം ഇസ്തിഹാലത്താണ്. അതിനു മുമ്പ് വരുന്ന രക്തം എന്താണ്? ഇസ്തിഹാലത്ത്, രോഗരക്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. എന്താണ് നിഫാസ്? അപ്പോൾ നമ്മൾ ഹൈള് പറഞ്ഞു. എന്താണ് നിഫാസ്? എന്താണ്? പ്രസവം കഴിഞ്ഞ് ഗർഭാശയം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. പ്രസവം കഴിഞ്ഞ് ഗർഭാശയം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. എന്നാൽ പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷമാണ് രക്തം പുറപ്പെട്ടതെങ്കിൽ അത് നിഫാസല്ല. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷമാണ് പുറപ്പെട്ടതെങ്കിൽ അത് നിഫാസല്ല. മനസ്സിലാക്കുക. ഹൈളിൻ്റെ നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത് ഹൈളാകും. നിഫാസിൽ
ഏറ്റവും ചുരുങ്ങിയത് 1 സെക്കൻഡ്. നിഫാസായി പരിഗണിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1 സെക്കൻഡും സാധാരണ 40 ദിവസവും കൂടിയത് 60 ദിവസവുമാണ്. നിഫാസായി പരിഗണിക്കുക. ചുരുങ്ങിയത് 1 സെക്കൻഡും സാധാരണ 40 ദിവസവും കൂടിയത് 60 ദിവസവുമാണ്. മനസ്സിലാക്കുക. ഹൈലുള്ളവർക്കും നിഫാസ് ഉള്ളവർക്കും നിസ്കാരം നോമ്പ് ഹറാമാണ്. നിസ്കാരവും നോമ്പും ഹറാമാണ്. ആർക്ക്? ഹൈലുള്ളവർക്കും നിഫാസ് ഉള്ളവർക്കും. തവാഫ്, സുജൂദ്, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ, ഖുർആൻ പാരായണം എന്നിവയുടെ വിധിയും ഇത് തന്നെയാണ്. അപ്പം ഹൈലുള്ളപ്പോഴും നിഫാസ് ഉള്ളപ്പോഴും നിസ്കാരവും നോമ്പും ഹറാമാണ്. അതുപോലെ തന്നെയാണ് എന്ത്? തവാഫ്, സുജൂദ്, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ, ഖുർആൻ പാരായണം ഒക്കെ ഹറാമ് തന്നെയാണ്. എന്നിവയുടെയും വിധി ഇത് തന്നെയാണ്. അപ്പോൾ ഹൈലുള്ളവൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമ്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഹൈലോ നിഫാസോ ഉള്ള സമയം സംഭോഗത്തിൽ ഏർപ്പെടലും മറയില്ലാതെ മുട്ടുപൊക്കിളിനിടയിൽ ബന്ധപ്പെടലും തൊലാക്ക് ചൊല്ലലും ഹറാമാണ്. ഹൈലോ നിഫാസോ ഉള്ള സമയം സംഭോഗത്തിലേർപ്പെടലും മറയില്ലാതെ മുട്ടുപൊക്കിളിനിടയിൽ ബന്ധപ്പെടലും തൊലാക്ക് ചൊല്ലലും ഹറാമാണ്. മനസ്സിലാക്കട്ടോ. എന്നാൽ ഹൈള് നിലച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പ് തൊലാക്ക് അനുവദനീയമാണ്. ഹൈള് നിലച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ്? നോമ്പും തൊലാക്കൊക്കെ അനുവദനീയമാണ്. ജിമാവും മറ്റു ബന്ധങ്ങളും കുളിച്ചതിന് ശേഷം മാത്രമേ അനുവദനീയമാവുകയുള്ളൂ. ജിമാവും മറ്റു ബന്ധങ്ങളൊക്കെ കുളിച്ചതിന് ശേഷം മാത്രമേ അനുവദനീയമാവുകയുള്ളൂ. അടുത്ത എന്താണ്? ഹൈള് കാലത്തും നിഫാസ് കാലത്തും നഷ്ടപ്പെടുന്ന നിസ്കാരവും നോമ്പും ഖളാ വീട്ടണോ? ഹൈള് നിഫാസ് കാലങ്ങളിൽ നോമ്പ് ഖളാ വീട്ടണം. നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. ഹൈള് നിഫാസ് സമയങ്ങളിൽ നമ്മൾ നഷ്ടപ്പെട്ട നോമ്പുകൾ ചെയ്യാത്ത നോമ്പുകൾ ഖളാ വീട്ടണം. ഹൈള് നിലച്ചതിന് ശേഷം നമുക്ക് പിന്നീട് കഴിയുന്ന സമയങ്ങളിൽ നോമ്പ് ഖളാ വീട്ടണം. എന്നാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. മനസ്സിലാക്കുക. നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. ഹൈളുകാരിയും നിഫാസുകാരിയും നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. എന്നാൽ ഹൈളുകാരിയും നിഫാസുകാരിയും നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. മനസ്സിലാക്കണം കേട്ടോ. എന്നാൽ ഇസ്തിഹാലത്തിൻ്റെ സമയം നിസ്കാരം നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. എപ്പോഴാണ്? ഇസ്തിഹാലത്തിൻ്റെ സമയത്ത്. ഇസ്തിഹാലത്ത് അതൊരു രോഗരക്തമാണ്. അപ്പോൾ നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. ഇസ്തിഹാലത്തിൻ്റെ സമയം ഡാഷ് ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെയും വരും. നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. ഹൈളിൻ്റെയും നിഫാസിൻ്റെയും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇസ്തിഹാല. നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷമാണ് ഇസ്തിഹാലത്ത് ഉള്ളവൾ വുളൂ ചെയ്യേണ്ടത്. ഇസ്തിഹാലത്ത് ഉള്ളവൾ നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷമാണ് വുളൂ ചെയ്യേണ്ടത്. വുളൂ ചെയ്യുന്നതിന് മുമ്പ് ഫർജ് കഴുകുകയും പഞ്ഞി പോലുള്ളവ ഫർജിൽ വെച്ച് കെട്ടുകയും വേണം. ഉടനെ വുളൂ ചെയ്യുകയും ഉടനെ നിസ്കരിക്കുകയും വേണം. അപ്പോൾ ഇസ്തിഹാലത്തുകാർ നിസ്കരിക്കേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് മനസ്സിലാക്കി എഴുതണം. എന്താണ്? നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷമാണ് ഇസ്തിഹാലത്തുള്ളവർ വുളൂ ചെയ്യേണ്ടത്. വുളൂ ചെയ്യുന്നതിന് മുമ്പ് ഫർജ് കഴുകുകയും പഞ്ഞി പോലുള്ളവ ഫർജിൽ വെച്ച് കെട്ടുകയും വേണം. ഉടനെ വുളൂ ചെയ്യുകയും ഉടനെ നിസ്കരിക്കുകയും വേണം. അത് ചെയ്തതിന് ശേഷമുള്ള ആ സമയത്തുള്ള രക്തം അത് അഫുണ്ട്. അവിടെ നമുക്ക് ശുദ്ധി ഉള്ളതായിട്ട് നമ്മൾ പരിഗണിച്ച് നിസ്കരിക്കണം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്? എല്ലാ ഫർള് നിസ്കാരത്തിനും ഇപ്രകാരം ചെയ്യൽ നിർബന്ധമാണ്. എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെയും മുമ്പ് ഇപ്രകാരം ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കാവൂ എന്ന് മനസ്സിലാക്കുക. ഇസ്തിഹാദത്തുകാർ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് മനസ്സിലാക്കണം. പിന്നെന്താണ്? ശരീരത്തിൽ മാലിന്യങ്ങളുണ്ടെങ്കിൽ നീക്കം ചെയ്യുക. കിബിലക്ക് മുന്നിടുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വിസ്മി ചൊല്ലുക.
പൂർണ്ണമായ ഉളൂ ചെയ്യുക. വലിയ അശുദ്ധി നീക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. സുന്നത്തുകളെല്ലാം പാലിച്ച് കുളിക്കുക. കുളി കഴിയുന്നത് വരെ ഉളൂ മുറിയാതെ ശ്രദ്ധിക്കുക. ഔറത്ത് വെളിവാക്കാതെ സൂക്ഷിക്കുക. ഉളൂഇന് ശേഷമുള്ള ദിക്റും ദുആവും ചൊല്ലുക. കസ്തൂരി പോലുള്ള സുഗന്ധം സ്വകാര്യ ഭാഗത്ത് വെക്കുക. ഇപ്രകാരമാണ് കുളിക്കേണ്ടത്. അപ്പോൾ ഹൈള് നിഫാസ് ഉള്ളവർ എങ്ങനെയാണ് കുളിച്ച് വൃത്തിയാകേണ്ടത്, ഹൈള് നിഫാസ് എന്നിവ നിലച്ചാൽ കുളിച്ച് വൃത്തിയാകേണ്ടത് എങ്ങനെ, അതാണ് ഇവിടെ പറഞ്ഞത്. നന്നായി മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിലൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ചളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ചുരച്ച് കഴുകണം. കിബിലക്ക് മുന്നിടണം. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് വിസ്മി ചൊല്ലണം. പൂർണ്ണമായിട്ട് ഉളൂ ചെയ്യണം. എന്നിട്ട് വലിയ അശുദ്ധിയെ നീക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. എന്നിട്ട് സുന്നത്തുകളെല്ലാം പാലിച്ച് കുളിക്കണം. സുന്നത്തുകളെല്ലാം പാലിക്കുക എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാക്കാതിരിക്കുക, പിന്നെ ആദ്യം തലയിലും പിന്നീട് വലത് ഭാഗത്തും പിന്നീട് ഇടത് ഭാഗത്തും വെള്ളമൊഴിക്കുക, തേച്ചുരച്ച് കഴുകുക, ചുക്കി ചുളിഞ്ഞ സ്ഥലം, മടമ്പ്, പീളക്കുഴി, പൊക്കിള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ച് കഴുകുക. കുളി കഴിയുന്നത് വരെ ഉളൂ മുറിയാതിരിക്കുക. അപ്പോൾ സുന്നത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് സൂക്ഷിച്ച് കഴുകൽ. ഔദു ബിസ്മി, ദിക്റ് ചൊല്ലുക. ഉളൂയിന് ശേഷമുള്ള ദിക്റ് കുളി കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക. തർത്തീബ് ക്രമത്തിൽ ചെയ്യുക. ഔറത്ത് വെളിവാക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയാണ് കുളിക്കേണ്ടത്. കസ്തൂരി പോലുള്ള സുഗന്ധം സ്വകാര്യ ഭാഗത്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താണ് കുളിക്കേണ്ടത്. മനസ്സിലാക്കുക. സ്വഹീഹായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. സ്വീകരിക്കുന്ന രീതിയിൽ കുളിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. ആദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? ഹേളുണ്ടാകുന്ന ചുരുങ്ങിയ വയസ്സ് ചന്ദ്രവർഷപ്രകാരം എത്രയാണ്? 9 വയസ്സാണ്. 9 വയസ്സ്. ഹേളുണ്ടാകുന്ന ചുരുങ്ങിയ സമയം എത്ര? ഹേളായി പരിഗണിക്കുന്ന ചുരുങ്ങിയ സമയം ഒരു രാവും പകലും. ഇതൊക്കെ നമ്മൾ പാഠത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കി എഴുതാം. അടുത്തതാ, സാധാരണ ഹേളുണ്ടാകുന്ന ദിവസം എത്ര? സാധാരണ 6-7 ദിവസം. സാധാരണ 6-7 ദിവസം. ഹേളുണ്ടാകുന്ന അധികരിച്ച സമയം എത്രയാണ്? 15 ദിവസമാണ്. 15 ദിവസം. അതുപോലെ നിഫാസിൽ ഏറ്റവും ചുരുങ്ങിയ സമയം 1 നിമിഷമാണ്. 1 നിമിഷം. സാധാരണ എത്ര ദിവസമാണ് നിഫാസ് ഉണ്ടാവുക? 40 ദിവസം. 40 ദിവസം. നിഫാസിൽ കൂടിയത് എത്ര ദിവസം? 60 ദിവസം. അതൊക്കെ നമ്മൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുഴുവനും. ഹയലിൻ്റെ നിഫാസിൻ്റെ ഭാഗത്ത് മനസ്സിലാക്കുക. ഇനി നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ് ഹയല്? എന്താണ്? ഇവിടെ നിന്ന് എഴുതുക. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയല്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതുക. അടുത്തത്, എന്താണ് നിഫാസ്? എന്താണ്? 2. പ്രസവം കഴിഞ്ഞ് ഗർഭാശയം പൂർണ്ണമായി ഒഴിഞ്ഞതിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്തത്, എന്താണ് ഇസ്തിഹാല? എന്താണ് ഇസ്തിഹാല? ഹേളിൻ്റെയും നിഫാസിൻ്റെയും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇസ്തിഹാല. ഹേളിൻ്റെയും നിഫാസിൻ്റെയും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇസ്തിഹാല. അടുത്തത് ഗണ്ണിക എഴുതാനാണ്. ഹയല് കുളി. എന്താണ് ഹയല് കുളി? നിഫാസ് കുളി. രണ്ടും വന്നാലും അത് ഒന്ന് തന്നെയാണ് എഴുതുക. മനസ്സിലാക്കുക. നമുക്കൊരു പാരഗ്രാഫ് തന്നെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എഴുതി തുടങ്ങുക. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. കിബിലക്ക് മുന്നിടുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഇസ്മി ചൊല്ലുക. പൂർണ്ണമായ ഉളൂ ചെയ്യുക. വലിയ അശുദ്ധിയെ നീക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. സുന്നത്തുകളെല്ലാം പാലിച്ച് കുളിക്കുക. കുളി കഴിയുന്നത് വരെ ഉളൂ മുറിയാതെ ശ്രദ്ധിക്കുക. ഔറത്ത് വെളിവാക്കാതെ സൂക്ഷിക്കുക. ഉളൂവിന് ശേഷമുള്ള ദിക്റും ദുആവും ചൊല്ലുക. കസ്തൂരി പോലുള്ള സുഗന്ധം സ്വകാര്യ ഭാഗത്ത് വെക്കുക. ഇപ്രകാരമാണ് കുളിക്കേണ്ടത്. ഇത് ഹയലിൻ്റെ കുളിയാണെങ്കിലും നിഫാസിൻ്റെ കുളിയാണെങ്കിലും ഒരുപോലെയാണ്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. എക്സാമിന് വരും, എഴുതാൻ കഴിയണം. അടുത്തത് എന്താണ്? ഹയലും നിഫാസും കാലത്തെ നോമ്പ്
നിസ്കാരവും അതിനെക്കുറിച്ചിട്ടാണ് ഒരു ഖണ്ഡിക എഴുതേണ്ടത്. എന്താ എഴുതുക? അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കിയത് എന്താണ്? ഹൈളുള്ളവർക്കും നിഫാസ് ഉള്ളവർക്കും നിസ്കാരവും നോമ്പും ഹറാമാണ്. നിഫാസ് കാലങ്ങളിലെ നോമ്പ് ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. അത്രയും കാര്യം അവിടെ നമുക്ക് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് അവിടെ എഴുതാം. അടുത്ത ഇനി ഇസ്തിഹാലത്ത് കാലത്തെ നിസ്കാരം അതവിടെ പറയുന്നുണ്ട്. ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. ഹേളിൻ്റെയും നിഫാസിൻ്റെയും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇസ്തിഹാല. നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷമാണ് ഇസ്തിഹാലത്ത് ഉള്ളവർ ഉളൂ ചെയ്യേണ്ടത്. ഉളൂ ചെയ്യുന്നതിന് മുമ്പ് ഫർജ് കഴുകുകയും പഞ്ഞി പോലുള്ളവ ഫർജിൽ വെച്ച് കെട്ടുകയും വേണം. ഉടനെ ഉളൂ ചെയ്യുകയും ഉടനെ നിസ്കരിക്കുകയും വേണം. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ഇപ്രകാരം ചെയ്യൽ നിർബന്ധമാണ്. അത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ടും അവിടെ എഴുതാം. അടുത്തത് ഹേള് കൊണ്ട് ഹറാമായ കാര്യങ്ങൾ. അപ്പോൾ ഹേള് കൊണ്ട് മാത്രമല്ല, ഹേളും നിഫാസും കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എല്ലാം ഒന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഇവിടുന്ന് എഴുതാം, ഹേളുള്ളവർക്കും നിഫാസ് ഉള്ളവർക്കും നിസ്കാരം നോമ്പും ഹറാമാണ്. അതുപോലെ തവാഫ്, സുജൂദ്, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ, ഖുർആൻ പാരായണം എന്നിവയും ഇതുപോലെ തന്നെയാണ്. ഹേളോ നിഫാസോ ഉള്ള സമയത്ത് സംഭോഗത്തിലേർപ്പെടലും മറയില്ലാതെ മുട്ടുപൊക്കിലിനിടയിൽ ബന്ധപ്പെടലും തൊലാക്ക് ചെല്ലലും ഹറാമാണ്. അപ്പം ഇത്രയും കാര്യം അവിടേക്ക് എഴുതാം. ഹേള് നിഫാസ് ഉള്ളപ്പോൾ ഹറാമായ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 4ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിലും വീഡിയോസ് ചെയ്യുന്നതിലൊക്കെ തെറ്റുകൾ സംഭവിക്കാം, അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മെസ്സേജ് ചെയ്ത് അറിയിക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.